ആനയുടെ ക്ഷീരസഹകരണ സംഘത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഓണക്കൈനീട്ടം, ബോണസ് വിതരണം എന്നിവയും നടത്തി. ആനയടി ക്ഷീരസഹകരണ സംഘത്തിലാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഓണക്കൈനീട്ടം, ബോണസ് വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി. 10 കിലോ അരി ഉൾപ്പെടെയുള്ള ഓണക്കിറ്റാണ് വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാലളക്കുന്നതും ഏറ്റവും കൂടുതൽ ബോണസ് നൽകുന്നതും ആനയടി ക്ഷീരസഹകരണ സംഘമാണെന്ന് പ്രസിഡന്റ് വി വേണുഗോപാലക്കുറുപ്പ് പറഞ്ഞു. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിലും ശരാശരി പാൽ 50, 100, 150 വളരെ അഭിമാനകരമായി പറയാൻ കഴിയും. ആനയടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഇന്നലെയും 1400 ലിറ്റർ പാൽ പ്രിയപ്പെട്ട ക്ഷീരകർഷക സഹകാരി സുഹൃത്തുക്കൾ ഇവിടെ നൽകി ഈ സ്ഥാപനത്തെ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിൽ ഒന്നായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം. ബോണസ് വിതരണത്തിന്റെയും ഓണക്കിറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് വി വേണുഗോപാലക്കുറുപ്പ് നിർവഹിച്ചു. 12-13 ലക്ഷം ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ന് കേവലം 6-7 ലക്ഷം ലിറ്റർ പാലിലായി കുറഞ്ഞിരിക്കും. നമ്മുടെ ഉപയോഗം അത് 18-19 ലക്ഷമായി കൂടിയിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ പാലിൻ്റെ ആവശ്യത്തിനായി പുറം സംസ്ഥാനത്ത് നിന്ന് വരുന്ന കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലിനെയാണ് ആശ്രയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പശു വളർത്തൽ ആദായകരമായ ഒരു ജോലി അല്ലാതെയായി മാറിയിരിക്കുന്നു. കാലിത്തീറ്റയുടെ വില കൂടുതൽ, കച്ചി പോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളുടെ അപര്യാപ്തത, കറവക്കാരുടെ ലഭ്യത കുറവ്, ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത, പശുവിൻ്റെ അമിതമായ വില, ഇൻഷുറൻസ് തുകയിലുള്ള വർധനവ്, ഇതെല്ലാം നമ്മുടെ ക്ഷീരകർഷകരെ സാരമായി ബാധിക്കും. അവിടെയാണ് സംഘങ്ങളിൽ പാലളന്നാൽ കിട്ടുന്ന പണം കൊണ്ട് മാത്രം പശുവിനെ തീറ്റിപ്പോറ്റാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സെക്രട്ടറി ബിനുകുമാർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ശോഭന, പ്രസന്നൻ വില്ലാടൻ, ബിജു വി, സരസ്വതി, രമ്യ, രാജേന്ദ്രൻ, സരസ്വതി അമ്മ, സുനിത, അജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂർനാട്.